1095 ആഗസ്റ്റ് 31. ഇവിടെ ഇപ്പോൾ. ജ്ഞാനദളം 147. അജ്ഞാനിയുടെ സ്നേഹവും ആത്മജ്ഞാനിയുടെ കോപവും. അജ്ഞാനിയുടെ സ്നേഹം ദോഷകരമായേക്കാം, പക്ഷേ ആത്മജ്ഞാനിയുടെ കോപം പോലും ദോഷം ചെയ്യുകയില്ല. അത് നല്ലതു മാത്രമാണ് ആവുക. സ്കൂളിൽ പോകേണ്ട എന്ന് പറഞ്ഞ് കുട്ടി വാശി പിടിക്കുകയും പലപ്പോഴും അമ്മ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ കുട്ടി ചീത്തയാകുന്നു. എഴുതാനും വായിക്കാനും കഴിയാതെ അവൻ വളരുന്നു. അജ്ഞതയുള്ളപ്പോൾ അമ്മയുടെ സ്നേഹം പോലും കുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ കാരണമാകാം. കുട്ടിയുടെ അപക്വമായ ആവശ്യങ്ങൾ അനുസരിച്ച് അമ്മ അവനെ പിന്തുണയ്ക്കുന്നു. അച്ചടക്കത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ദീർഘകാല മൂല്യം അവർ അറിയുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? കുട്ടി എഴുതാനും വായിക്കാനും ഒരിക്കലും പഠിക്കുകയില്ല. അമ്മയാകട്ടെ, സാരമില്ല, അവൻ ആടുകളെ മേച്ച് കൃഷി നോക്കി നടത്തി ജീവിക്കും എന്നു പറയും. അജ്ഞാനിയുടെ സ്നേഹം ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക. മറിച്ച് ജ്ഞാനിയുടെ കോപം അനുഗ്രഹമാണ്. ഇതിന് പുരാണങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ഭാരതത്തിന്റെ മധ്യപ്രവിശ്യകളിലൂടെ ഒരു ഗുരു ശിഷ്യനോടൊപ്പം കാൽനടയായി യാത്ര ചെയ്യുകയായിരുന്നു. ക്രൂരരായ ചില ആൺകുട്ടികൾ അവർക്കു നേരെ കല്ലെറിയാനും ശിഷ്യനെ ചീത്ത പേരുകൾ വിളിച്ച് കളിയാക്കാനും തുടങ്ങി. കുട്ടികൾ ഗുരുവിന്റെയും ശിഷ്യന്റെയും പിന്നാലെ നടത്തം തുടർന്നു. നടന്ന് അവർ ഒരു നദീതീരത്തെത്തി. ഗുരുവും ശിഷ്യനും ഒരു വള്ളത്തിൽ കയറി നദി കടക്കാൻ തുടങ്ങി. മറ്റൊരു വള്ളത്തിൽ കുട്ടികളും കയറി. എന്നാൽ നദീമധ്യത്തിലെത്തിയപ്പോൾ അവരുടെ വള്ളം മുങ്ങാൻ തുടങ്ങി. ഗുരു പെട്ടെന്ന് ശിഷ്യന്റെ കരണക്കുറ്റിയിൽ ഒരടിയടിച്ചു. കുട്ടികളുടെ പരിഹാസങ്ങൾക്കെതിരായി ഒരു മറുവാക്ക് പോലും പറയാത്ത ശിഷ്യൻ ഇത് കണ്ട് സ്തബ്ധനായി. താൻ നല്ല ശിഷ്യനായിരുന്നു, എന്നിട്ടും ഗുരു തന്നെ തല്ലിയിരിക്കുന്നു. ഗുരു പറഞ്ഞു, അത് നിന്റെ തെറ്റാണ്. അവരുടെ വള്ളം മുങ്ങാനുള്ള ഉത്തരവാദി നീയാണ്. അവരുടെ പരിഹാസങ്ങളോട് നീ പ്രതികരിച്ചില്ല. അവരുടെ അധിക്ഷേപങ്ങളുടെ ശക്തി കുറയ്ക്കാനുള്ള കാരുണ്യം നിനക്കില്ലാത്തത് കൊണ്ട് പ്രകൃതി അവരെ കുറെ കൂടി മോശമായ രീതിയിൽ ശിക്ഷിച്ചിരിക്കുന്നു. ഗുരുവിൽ നിന്ന് കിട്ടിയ അടി ഈ സംഭവം കൊണ്ടുണ്ടായ കർമ്മത്തെ നശിപ്പിച്ച് അത് കുട്ടികളുടെ ഭാവിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സഹായിച്ചു. മാത്രമല്ല, കുട്ടികളുടെ വള്ളം മുങ്ങിപ്പോകുന്നത് കണ്ട് ശിഷ്യന്റെ ഉള്ളിൽ ഉയർന്ന എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷവും ഇല്ലാതാക്കാൻ ഗുരുവിന്റെ ഈ പ്രവൃത്തി കാരണമായി തീർന്നു. അങ്ങനെ ആ സംഭവത്തിൽ നിന്നുണ്ടായ ശിഷ്യന്റെ കർമ്മത്തെയും എടുത്തു കളഞ്ഞു. നിങ്ങൾ അതേ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതിരിക്കുകയും അവബോധത്തോടെയും കരുണയോടെയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അത് കർമ്മമാണ് ഇല്ലാതാക്കുന്നത്. ജ്ഞാനിയുടെ കോപം പോലും അനുഗ്രഹമാണ്. ജയ് ഗുരു.